ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ പോകുന്നത് ഒരു എക്സാം എഴുതാനുള്ളൊരു പോക്കാണേ. അപ്പോൾ ഇന്ന് നെറ്റിൻ്റെ എക്സാം ആയിരുന്നു. എനിക്കങ്ങ് ദൂരെ വെച്ചിട്ട്, അതായത് നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് രാജധാനി എൻജിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണേ. അപ്പോൾ ഞാൻ സ്കൂട്ടി കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ എനിക്ക് ആയൂർ ബസ്സിലാണ് പോകാനുള്ളത്. ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിരുന്നു. ആയൂർ ബസ്സിൽ പോയി കാരേറ്റ് ഇറങ്ങിയിട്ട് കാരേറ്റിൽ നിന്ന് നഗരൂർ ബസ് കിട്ടുമെന്നുള്ള ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബസ് എടുത്തത്. ഇപ്പോൾ ഒരു 6:30 മണിയേ ആയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് ബസ് സ്റ്റാൻഡിൽ. ഈ ബസ് 6:45 എടുക്കത്തുള്ളൂ. അങ്ങനെ ഞാനത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് 8:30 റിപ്പോർട്ടിംഗ് ടൈം. അതിനുള്ളിൽ എത്തുമ്പോൾ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇത് പുതിയതായിട്ടിപ്പം കുറേ പരിപാടികളൊക്കെ ചെയ്തു. നവീകരിച്ച നമ്മുടെ പുതിയ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡാണ്. കുറേ പെയിൻറ്റിങ്ങും പിന്നെ അവിടുത്തെ ഫ്ലോറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള ബോർഡുകളും എല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ വച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് എടുത്തു, ആയൂർ ബസ് എടുത്തു. അങ്ങനെ എനിക്ക് ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാനായിട്ട് KSRTC ബസ് തന്നെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ രാവിലെയുള്ള ഈ കാഴ്ചകൾ ഏകദേശം ഒരു ഗ്രാമപ്രദേശം പോലെയാണ് ഇങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. നെടുമങ്ങാട് നിന്ന് വെഞ്ഞാറമൂട് പോകുന്ന റൂട്ടാണ് ഇത്. അപ്പോൾ നല്ല ഭംഗിയാണ്. നല്ലൊരു ഗ്രാമപ്രദേശമാണ്. നല്ല മഞ്ഞും നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു രാവിലെ. അപ്പോൾ ഇങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
കാറിയിട്ട് ഇറങ്ങി പോകാമെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ കാറിയിട്ട് പോകുമ്പോൾ ബസ് കുറവാണ്, കിളിമാനൂർ പോയിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു സജഷൻ വന്നുകൊണ്ട് പിന്നെ ഞാനും വിചാരിച്ചെന്നാൽ അല്ലെങ്കിൽ കിളിമാനൂർ ഇറങ്ങി പോവാം. അപ്പോൾ തന്നെ ബസ് കിട്ടി കേട്ടോ, അവിടെ ഇറങ്ങി ഉടനെ തന്നെ. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. അങ്ങനെ അടുത്ത് നഗരൂർ പോകണം. അങ്ങനെ നഗരൂരിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ നഗരൂർ ഇറങ്ങി. നഗരൂർ ഇറങ്ങിയതിന് ശേഷം ഇനി കോളേജിലേക്ക് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഇനി ഓട്ടോ പിടിച്ച് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ഓട്ടോയിൽ കയറി പോവാണ്. പിന്നെ നടന്നും കൂടെ കോളേജ് തന്നെ അകത്ത് ഇതാകുമ്പോൾ അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിംഗ് ആണ്. നല്ല കോളേജും നല്ല ക്യാമ്പസൊക്കെയാണ്. നല്ല രസമാണ് കാണാനൊക്കെ. ഒരുപാട് കുട്ടികളും ഉണ്ട് അവിടെ പഠിക്കാനായിട്ട്. അങ്ങനെ ഇന്ന് നമുക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എക്സാം ഹാൾ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ ഇതിൻ്റെ താഴെയാണ് പാർക്കിംഗ് ഏരിയേൻ്റെ അവിടെയാണ് ഓട്ടോ കൊണ്ട് നിർത്തുന്നത്. അങ്ങ് മുകളിലോട്ട് കടത്തി വിടത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നടന്നിട്ട് മുകളിലോട്ട് കയറി പോവാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും നമ്മളുടെ കാൻഡിഡേറ്റ് കോഡ് അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഹോൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ സ്ഥലം നോക്കി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഞാൻ മുകളിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു ക്യാൻറ്റീൻ കണ്ടു കേട്ടോ. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. അങ്ങനെ ഞാനും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് 2 മുട്ടയും ദോശയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും അമ്മയും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ ഫ്രണ്ട് ഹാളിൽ പോയി. അപ്പോൾ ഞാൻ എന്തായാലും വേഗം കഴിച്ചിട്ട് ഓടി വന്നു. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. ഹാളിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ വെരിഫിക്കേഷനുണ്ട്. നമ്മുടെ ഹാൾ ടിക്കറ്റും ഫോട്ടോയും ആധാറൊക്കെ വെച്ചിട്ട് അവർ നോക്കും. അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ.
അപ്പോൾ ഇതാണ് അവിടുത്തെ ക്യാമ്പസ്, നല്ലതാണ്. അങ്ങനെ 2 മണിക്കൂറത്തെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇനി അടുത്ത് ബസ് പിടിക്കണം. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ KSRTC ബസ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഓട്ടോ പിടിച്ചാണ് വന്നത്, അങ്ങോട്ട് ഓട്ടോ പിടിക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ KSRTC ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ബസ് കയറാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ അത് വെഞ്ഞാറമൂട് വഴി അല്ലായിരുന്നു പോകുന്നത്. അപ്പോൾ വെഞ്ഞാറമൂട് വഴി പോകുന്ന ബസ് വേറെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടേ. എൻ്റെ കൂടെ MEdന് പഠിച്ചതാണ്. അപ്പം ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരെയും കണ്ടില്ല. ഞങ്ങളുടെ കൂടെ പഠിച്ച് 3-4 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എക്സാം എഴുതാൻ. പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല. വിചിത്രയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വിചിത്രയും മോളെയും ഒക്കെ കണ്ടു. മോള് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് ടാറ്റയൊക്കെ തന്നിട്ടാണ് പോയത്. അങ്ങനെ അവർ കാറിലാണ് വന്നത്. അവർ പോയി. ഞാനും ബസ് എടുത്തു. ബസ്സിൽ കയറി. നീലാമരിയുടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ കണ്ടില്ല. കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ വെമ്പായത്ത് ഇറങ്ങിയിട്ട് വെമ്പായത്തു നിന്ന് എനിക്കൊരു ടെമ്പോ വാൻ കിട്ടി. അപ്പോൾ അതിൽ കയറി നെടുമങ്ങാട് ഇറങ്ങി. അപ്പോൾ ആലിൻ്റെ അവിടെയാണ് ഇറക്കുന്നത് ടെമ്പോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് സ്കൂട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കടയിൽ ഞങ്ങൾ സ്ഥിരം ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് ഈ ആൻറ്റിയുടെ കടയിൽ നിന്നാണ്. അപ്പോൾ ഭയങ്കര കാര്യം സ്നേഹമൊക്കെയാണ് ഈ ആൻറ്റി. അപ്പോൾ പുതിയ ഒരുപാട് തരത്തിലുള്ള മാങ്ങയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റാൻഡിൽ അകത്തോട്ട് പോയി. അമ്മയ്ക്ക് മെഡിസിനൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ഉണ്ടായി. എൻ്റെ MEdന് പഠിപ്പിച്ച ടീച്ചറാണിത്. അന്ന് റോഷ്നി ടീച്ചർ അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ, GCTയിൽ. അങ്ങനെ ടീച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും ഫാമിലി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ മിസ്സിനെ കണ്ട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ടായ 2 പപ്പായൊക്കെ മിസ്സിന് കൊടുത്താണ് വിട്ടത്.
ഭയങ്കര അപ്രതീക്ഷിതമായി കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ മിസ് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.